എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വ്ളോഗുമായിട്ടാണ്. നമ്മൾ സ്വീഡനിൽ നിന്നും ഓസ്ട്രിയയിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ്. ഓസ്ട്രിയ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു രാജ്യമാണ്. അപ്പോൾ അത് ആൽപ്സ് മലനിരകളാൽ ചുറ്റപ്പെട്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് കമ്പോസറായിട്ടുള്ള മൊസാർട്ടിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് ഓസ്ട്രിയ. അപ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 3:30 സമയമായപ്പോഴത്തേക്ക് നമ്മൾ ടാക്സിയിൽ കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ വിത്തിൻ യൂറോപ്പ് ആയതുകൊണ്ട് ടെർമിനൽ 3 പോകേണ്ടത്. 3:30 ആയപ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓറസിൻ ബ്രിഡ്ജ്. സ്വീഡനെയും ഡെൻമാർക്കിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ ട്രെയിനും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ടാക്സി വിളിക്കാമല്ലാന്നുണ്ടെങ്കിൽ ട്രെയിൻ വഴിയും നിങ്ങൾക്ക് പോകാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പം എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിക്കാണ് നമ്മളുടെ ഫ്ലൈറ്റ്. നമ്മൾ വിയന്നയിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത്. ഓസ്ട്രേലിയയിൽ ഒരുപാട് എയർപോർട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനടുത്തുള്ള എയർപോർട്ട്സിലേക്ക് ടിക്കറ്റ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ വിയന്നയിൽ ഒരു ദിവസം ഒന്ന് കറങ്ങിയിട്ടാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ തലേദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 2 മണിക്കൂറൊക്കെയാണ് നമ്മൾ ഉറങ്ങിയത്. ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സെൽഫായിട്ട് നമ്മുടെ പെട്ടി ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ക്യൂവിൽ നിന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം വന്നില്ല. അപ്പം സമ്മറൊക്കെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കാണ് എയർപോർട്ടിൽ. അപ്പോൾ ഈ ഒരു സെൽഫ് ബാക്ക് ഡ്രോപ്പ് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പം നമ്മൾ അവിടെ ഒരു കൗണ്ടറിൽ നിന്നും ബാർകോഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടിയിൽ ഒട്ടിച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് പെട്ടി തൂക്കിയിട്ട് നമുക്ക് കയറ്റിവിടാം. അപ്പം നമ്മൾ 3 പെട്ടികളാണ് കയറ്റിവിട്ടത്. പിന്നെ 2 ബാക്ക് പാക്കും ഉണ്ടായിരുന്നു കയ്യിൽ. ഒരുപാട് നമ്മൾ കയ്യിൽ കരുതിയില്ല ലഗേജ്. അതാണ് എപ്പോഴും കംഫർട്ടബിൾ. പിന്നെ എന്തെങ്കിലും അഡീഷണലായിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ കളഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം എയർപോർട്ടിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ഡ്യൂട്ടി ഫ്രീ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഗേറ്റിലേക്ക് പോവാണ്. E4 നമ്മുടെ ഗേറ്റ് വന്നിട്ടുള്ളത്. വിത്തിൻ യൂറോപ്പ് ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ചെറുതായത് കാരണം നമ്മൾ ഒരുപാട് യാത്രകളൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അടുത്തൊക്കെയാണ് നമ്മൾ കറങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ വിത്തിൻ യൂറോപ്പ് ഫ്ലൈറ്റിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറാനായിട്ട് ഒരു ബസ്സിലാണ് പോയത്. ഓസ്ട്രിയൻ എയർലൈൻസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 1.5 മണിക്കൂറാണ് ഫ്ലൈറ്റിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോവാണ്. ഓസ്ട്രിയ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സ്വിറ്റ്സർലാൻഡിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ്. നല്ല ബ്യൂട്ടിയാണ്. ആൽപ്സ് മലനിരകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ വിൻ്റർ സമയത്തും ഇവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഓസ്ട്രിയ ആൽപ്സ് മലനിരകൾ കൊണ്ട് മാത്രമല്ല അവിടുത്തെ സാംസ്കാരികവും കായികവും ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഫേമസ് ആണ്. ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ അവിടെ പോകുന്നതിന് മുന്നായിട്ട് നല്ലൊരു പ്ലാനിങ് തന്നെ നടത്തിയിട്ട് വേണം നമ്മളെപ്പോഴും പോകാനായിട്ട്. ഒരുപാട് സ്ഥലങ്ങളുള്ളത് കൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മളിപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. 1.5 മണിക്കൂർ മാത്രം ഉള്ളൂ ജേർണി. അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 7 മണി സമയത്തായിരുന്നു ടേക്ക് ഓഫ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളൊരു എഗ്ഗ് കഴിച്ചിട്ടാണ് വന്നത്. ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോകുന്നത്. അവർ വെള്ളവും ചോക്ലേറ്റും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കയറിയ പാടെ തന്നെ അവർ നല്ല ഉറക്കമായിരുന്നു. സാൽസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കിയ ചോക്ലേറ്റാണിത്. നല്ല ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതും അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാൽസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൊസാർട്ട്, മ്യൂസിക് കമ്പോസറായിട്ടുള്ള മൊസാർട്ട് ജനിച്ചത്. മൊസാർട്ടിൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വരും വ്ളോഗിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു കുറച്ച് ദിവസത്തെ ഒരു വ്ളോഗ് കാണും. Day 1 തൊട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാഴ്ചകളാണ് ഇനി വരാനുള്ള വ്ളോഗ്സിലൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടങ്ങളൊക്കെ താഴെ കാണാം. വളരെ ക്രൗഡഡ് ഉള്ള ഒരു ഏരിയയാണ് വിയന്ന എന്ന് പറയുന്നത്. അപ്പം മിഡിൽ ഓഫ് ദി യൂറോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വീഡനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ടെമ്പറേച്ചറൊക്കെ കൂടുതലാണ് ഇവിടെ. സ്വീഡനിൽ ഒരു 20 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഒരു 30 മുകളിലാണ് വിയന്നയിലെ ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ചെന്നത് ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. പിന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മളിപ്പോൾ പോവാണ്. അപ്പോൾ ഇവിടെയും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് ഒട്ടും താമസമില്ലാതെ നടന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ബെൽറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് ടാക്സിയിലാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയത്. അപ്പോൾ ഇവിടുന്ന് താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു 20 മിനിറ്റ് ടാക്സിയിൽ പോകാനുള്ള ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറി പോവാണ്.
അപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജർമ്മനാണ്, കറൻസി യൂറോ ആണ്. അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറിയിട്ട് പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള ക്രൗഡഡുള്ള സിറ്റിയാണ്. ഒരുപാട് കാഴ്ചകളൊന്നും സൈഡിലില്ലായിരുന്നു, എല്ലാം കവേർഡായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതായത് മറ്റുള്ള ബിൽഡിങ്സിലേക്ക് ശബ്ദങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉയരത്തിൽ മതിലുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പഴയ രീതിയിലുള്ള ബിൽഡിങ്സും ഒക്കെ കാണാൻ പറ്റും. പഴയതിൻ്റെയും പുതിയതിൻ്റെയും കൂടെ ഒരു മിക്സാണ് ഈ വിയന്ന നഗരം. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലെത്തി. നോവോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് എടുത്തത്. കാരണം ഇവിടെ നമുക്കപ്പം കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഹോട്ടലിന് മുന്നിൽ തന്നെ സ്ട്രോബെറീസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പം ചെക്ക് ഇൻ ടൈം വൈകിട്ട് 3 മണിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ ഒരു ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി എല്ലാം നമ്മൾ പേ ചെയ്തിട്ടാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോകാൻ പോകുന്നത് ഷോൺബ്രൂൺ പാലസിലേക്കാണ്. അപ്പോൾ അത് കാണേണ്ട ഒരു പാലസാണ്. അപ്പോൾ പാലസും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി നോക്കുക. പിന്നെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചാൽ അവരൊരു മാപ്പ് തരും. അവരും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. OBB എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നോർമൽ ട്രെയിൻസും അതുപോലെ ട്യൂബ് ട്രെയിൻസും ഒക്കെയാണ്. അപ്പോൾ കൂടുതലും ടണലിൽ കൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറിയിട്ട് ഒരു 10 മിനിറ്റ് യാത്രയാണ് ഷോൺബ്രൂൺ പാലസിലേക്കുള്ളത്. വെളിയിലിറങ്ങിയപ്പോൾ സഹിക്കാൻ പറ്റുന്ന അതിലും വലിയ ചൂടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലെയൊക്കെ ചൂട് പോലെ നല്ല ഹ്യൂമിഡായിട്ട് നല്ല ചൂടായിരുന്നു. അപ്പം ഈ പോകുന്ന ആൾക്കാരെല്ലാം ഈ ഷോൺബ്രൂൺ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു പാലസാണ്. ഇപ്പോൾ വിയന്നയിലെ പണ്ട് കാലത്തെ സമ്മർ പാലസായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ രാജാക്കന്മാർ ഹണ്ടിങ്ങിനും ഒക്കെ വരുന്നൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഹണ്ട് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങളും വലിയ ഗാർഡൻസും അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സൂ ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് കൊട്ടാരം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ വിക്കിപീഡിയ വായിച്ച് നോക്കുക. ഇതിൽ ഏകദേശം 1000-ന് മേലെ റൂംസാണ് ഈ കൊട്ടാരത്തിൽ മൊത്തത്തിലുള്ളത്. അപ്പോൾ നമുക്ക് കൊട്ടാരത്തിൻ്റെ പല പല സ്ഥലങ്ങളിലായിട്ട് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് കാണാം. ഓരോ സ്ഥലത്ത് പോകുന്നതിനും പ്രത്യേകം ചാർജാണ്. അപ്പം ഇവിടെ കുറച്ച് കോസ്റ്റ്ലിയാണ് കാര്യങ്ങളൊക്കെ. വെള്ളം തന്നെ നമ്മൾ നല്ല കോസ്റ്റ്ലിയാണ് വാങ്ങിച്ച് എടുക്കുമ്പോൾ. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അന്നത്തെ ദിവസം 32 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. അത്യാവശ്യം നല്ല ചൂടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുമ്പം ഇതുപോലെ ഒത്തിരി നടക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം നല്ല ഷൂസൊക്കെ ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അതുപോലെ ക്യാപ്സൊക്കെ കൊണ്ടുപോവുക, വെയിലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ സൺസ്ക്രീമൊക്കെ ഇട്ടിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാണ്. 1 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മാത്രമേ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചൂട് കാരണം സൈഡിൽ മാറി കല്ലിൽ അവിടെ ഇങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. മക്കളെൻ്റെ മടിയിലൊക്കെ കിടന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുതിര വണ്ടികളുണ്ട്. അപ്പോൾ അതിൽ കയറിയാൽ അവരിങ്ങനെ ചുറ്റിക്കറങ്ങി വരും. കുതിരവണ്ടിയിൽ കയറാൻ തോന്നിയില്ല. പാവം കുതിരയെ കണ്ടപ്പോൾ പാവം തോന്നി. അങ്ങനെ നമുക്കിത് ഹോട്ടലിൽ നിന്ന് തന്ന മാപ്പാണ്. അപ്പോൾ ചേട്ടൻ അതൊക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് പോകേണ്ട സ്ഥലമൊക്കെ മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ തീർന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് വെള്ളം വാങ്ങി. അപ്പോൾ ഇത് വന്നിട്ട് ഒരു കുപ്പിക്ക് 4 യൂറോ ആണ് പ്രൈസ്. അപ്പോൾ 2 പേർക്ക് കുടിക്കാം ഒരു കുപ്പി. പിന്നെ സ്വീഡനെ അപേക്ഷിച്ച് ഓസ്ട്രേലിയ വെള്ളം എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തോ വേറൊരു ടേസ്റ്റ് പോലെ നല്ല ഹാർഡ് വാട്ടറാണ് ഇവിടുത്തേത്. സ്വീഡനിലെ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ശുദ്ധമാണ്, ഭയങ്കര ക്ലിയർ വാട്ടറാണ്. പിന്നെ മക്കൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമുക്കിപ്പോൾ ഏകദേശം പാലസിൻ്റെ ഉള്ളിൽ കയറാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ ബാഗ്സും കുടയൊക്കെ ഉണ്ടെങ്കിൽ ക്ലോക്ക് കൗണ്ടറിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട്. കുഞ്ഞു ബാഗും ഫോണും ഒക്കെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഫോൺ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലാഷ് വെച്ചിട്ട് ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ട്രൈപോഡ്സും ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരുപാട് നടക്കാനുണ്ട്. കൊട്ടാരത്തിലെ മുഴുവൻ വിഷ്വൽസും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഷോൺബ്രൂൺ പാലസിലാണ് മൊസാർട്ട് 6ാമത്തെ വയസ്സിൽ വന്നിട്ട് കോൺസെർട്ട് നടത്തിയത്. ഇപ്പോൾ ഇത് രാജാവിൻ്റെ രാജ്ഞിയുടെ റൂമാണ്. ഓരോ റൂമും ഓരോ കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഹാൾ ഓഫ് മിറേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു റൂമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് മൊസാർട്ട് വയലിൻ കോൺസെർട്ട് നടത്തിയത്.
ഈ കൊട്ടാരത്തിന് വന്നിട്ട് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും. ബാക്കിൽ വന്നിട്ട് വളരെ ഹ്യൂജായിട്ടുള്ളൊരു ഗാർഡനും അതുപോലെ ഫൗണ്ടനും ഒക്കെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്നൊരു ബിൽഡിങ്ങിലേക്ക് നമുക്ക് ഹൈക്ക് ചെയ്ത് കയറാം. അപ്പോൾ അവിടെയൊക്കെ പോകുന്നവരുണ്ട്. പിന്നെ വിശാലമായ ഗാർഡനും അതിൻ്റെ അപ്പുറം വിശാലമായിട്ടുള്ള ഗാർഡനും അതിൻ്റെ അപ്പുറം സൂ ആണ്. അപ്പോൾ സൂവിലേക്ക് പോകാൻ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തു. പക്ഷേ മുത്തിന് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നിട്ട് തിരിച്ചു വന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും ഹോട്ടൽ റൂമിൽ എത്തിയാൽ മതി എന്നുള്ളൊരു ഇതാണ്. കൊച്ചുകുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പം ഈ പാലസ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഒരുപാട് നടക്കാനും നല്ല വെയിലുമാണ്. ക്ലൈമറ്റ് നല്ലതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. അങ്ങനെ നമ്മളിപ്പം ഹോട്ടലിലേക്ക് പോകാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത് ഇവിടുത്തെ ഇൻ്റർനാഷണൽ ഡിഷായിട്ടുള്ള ഷ്നിറ്റ്സലാണ്. അപ്പോൾ അത് അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു 5 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാണ്. 15th ഫ്ലോറിലാണ് നമ്മുടെ റൂം. നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് നേരെ റൂമിലോട്ട് പോയി. അപ്പം വെയിലത്ത് നടന്ന് നമ്മുടെ തലയിൽ നിന്നൊക്കെ നന്നായിട്ട് ചൂട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തല നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചു. അപ്പോൾ ഇവിടെ നല്ല ഹാർഡ് വാട്ടറാണ്. അപ്പം നമ്മുടെ മുടിയൊക്കെ പോകാതെ സൂക്ഷിക്കണം. കാര്യമായിട്ട് പൊഴിഞ്ഞില്ല, പക്ഷേ ഹാർഡ് വാട്ടറാണ്. അങ്ങനെ നമ്മുടെ റൂമാണിത്. അത്യാവശ്യം വലിയൊരു നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. കിഡ്സിന് കിടക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബെഡും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുറത്തേക്ക് നിന്നുള്ളൊരു വ്യൂവും നല്ല ഇതായിരുന്നു. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഉറങ്ങി. 2-3 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു. അപ്പോൾ ഇനിയിപ്പം വിയന്നയിൽ നമ്മൾ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വിയന്നയിൽ നിന്നും പോകുന്നത്. അപ്പോൾ ഇതാണ് പുറത്തേക്കുള്ളൊരു വ്യൂ. തൊട്ട് താഴോട്ട് കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു നഗരം. അങ്ങനെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഇനി പുറത്തേക്ക് പോവാണ്. ആദ്യം പോകുന്നില്ല, നമുക്കിനി നാളെ തിരിച്ച് മറ്റു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ കിടന്നത്. പക്ഷേ ഓർത്തപ്പം ഇവിടെ വരെ വന്നിട്ട് അതൊക്കെ കാണാതെ പോകുന്നത് ഇതല്ലേ എന്ന് വെച്ചിട്ട് നമ്മളിപ്പം ജൈൻറ്റ് വീലിലേക്കാണ് പോകുന്നത്. വിയന്ന മുഴുവനായിട്ടും കാണാൻ പറ്റുന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ജൈൻറ്റ് വീലാണ്. പണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ജൈൻറ്റ് വീലിൽ കയറിയിട്ടുണ്ട്, ഓച്ചിറ അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പം ഇവിടുത്തെ പോലെ സ്ലോ ആയിട്ടല്ല അത് കറക്കുന്നത്, ഭയങ്കര സ്പീഡിലാണ്. അപ്പോൾ അത് കയറിയിരുന്ന് നമ്മളെല്ലാം കൂവി വിളിച്ച് കരഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു പേടിയിലാണ് ഞങ്ങൾ പോയത്. മുത്തിനും എനിക്കും ഹൈറ്റ് കുറച്ച് പേടിയാണ്. അപ്പം പക്ഷെ പേടിച്ച പോലൊന്നും ഉണ്ടായില്ല, വളരെ സ്ലോ ആയിട്ടാണിത് മൂവ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് കയറുന്നതിന് മുന്നായിട്ട് കുറച്ച് മോഡൽസൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ജൈൻറ്റ് വീലിൻ്റെ ഒരു മോഡൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ജൈൻറ്റ് വീലിലേക്ക് കയറിയിട്ട് പോവാണ്. അപ്പോൾ ഇതിലേക്ക് കയറുമ്പോൾ അവർ നമ്മുടെ ഫോട്ടോസ് എടുക്കും. അപ്പോൾ ഇതിൽ വെച്ചിട്ടല്ല, താഴെ ഒരു കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്താൽ നമുക്കത് കിട്ടും. അപ്പോൾ അവിടെ ജൈൻറ്റ് വീല് മാത്രമല്ല, ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. രാത്രിയിലൊരു പ്രത്യേക ഭംഗിയാണ്, പകൽ പോയാൽ വേറൊരു ഭംഗിയായിരിക്കും. അപ്പോൾ രാത്രിയിലെ കാഴ്ച അതിമനോഹരമാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് വന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. ഈ ഒരു ജൈൻറ്റ് വീല് കറങ്ങിയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ വ്യൂ ഒക്കെ കണ്ടിട്ട് പിന്നെ പതുക്കെയാണ് കറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് അത്ര പേടി തോന്നിയില്ല. പിന്നെ നമ്മൾ ഈ ഒരു കാർ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ഇടിയൊക്കെ കിട്ടി, ഇടിയൊക്കെ കൊടുത്തും ഞാനും മുത്തും കൂടെ ആയിരുന്നു പോയത്. അങ്ങനെ നമ്മളവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് വാങ്ങി. അതുപോലെ തന്നെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡും ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൈൻറ്റ് വീലിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിനി മറ്റൊരു സ്ഥലത്തൂടെ പോയിട്ടാണ് ഈ ഒരു ദിവസം അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ട്രെയിനിൽ കയറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലേക്കാണ് പോകുന്നത്. ഇത് കാണേണ്ട ഒരു പള്ളിയാണ്, അതുകൊണ്ടാണ് നമ്മളിത് മിസ്സാക്കാതെ പോയത്. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് പള്ളിയൊക്കെ അടച്ചു, പള്ളിക്കുള്ളിൽ കയറാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ നമ്മുടെ യൂറോപ്പിൽ റോമൻ കാത്തലിക് ചേർച്ചാണ്. 11ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. അപ്പം ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിയിൽ വെച്ചിട്ടാണ് മൊസാട്ടിൻ്റെ വെഡ്ഡിങ് നടന്നിട്ടുള്ളത് 1781. പുറമേ നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അതിമനോഹരമായിരിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഇവിടെ നൈറ്റ് ലൈഫ് ഫുൾ ഓണാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഐസ്ക്രീം ഷോപ്സും പേസ്ട്രി ഷോപ്സും ഒക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്.
ഒരുപാട് പ്രപ്പോസൽസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പ്രപ്പോസിങ് വീഡിയോസൊക്കെ ഒരുപാട് എടുക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 12 മണി ആയപ്പോഴത്തേക്കാണ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ 20,000 സ്റ്റെപ്സ് നടന്നിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും സ്റ്റെപ്സ് നടക്കുന്നത്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ നമ്മൾ കിടന്ന് ഉറങ്ങി. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും മറക്കാതെ കാണുക. റൂമൊക്കെ കുളമായിട്ട് ഇട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് മറക്കാതെ കാണുക. ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്